Hi friends, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗാർലിക് പൊട്ടാറ്റോ റിങ്സ് ആണ്. ഒരു ക്രഞ്ചി ആയിട്ടുള്ള പൊട്ടാറ്റോ സ്നാക്സ് റെസിപ്പിയാണ്. തക്കാളി സോസിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാത്രത്തിൽ 2 കഷ്ണങ്ങളാക്കിയ ഉരുളൻകിഴങ്ങ് എടുക്കുക. കുറച്ച് വെള്ളം എടുക്കണം. 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക. ഉരുളൻകിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു പാനിൽ 20 ഗ്രാംസ് ബട്ടർ എടുത്ത് ചൂടാക്കുക. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നന്നായി അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കുക. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. $100 ml വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. ഇനി തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. നന്നായി ഇളക്കുക. ഒരു ബൗളിലേക്ക് പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടി മാറ്റിവെക്കുക. നേരത്തെ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് എടുത്ത് ഇതുപോലെ കൈകൊണ്ട് നല്ലപോലെ ഉടയ്ക്കുക. ഇനി മൈദ ബട്ടർ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും ചേർത്ത് ഇളക്കുക. നമുക്കിനി പൊട്ടാറ്റോ റിങ്സ് ഉണ്ടാക്കാം. അതിനുവേണ്ടി വൃത്തിയുള്ള ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് മിക്സ് എടുത്ത് ബോളുകളാക്കുക. ശേഷം ഇതുപോലെ പരത്തിയെടുത്ത് അറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുക. ഗാർലിക് പൊട്ടാറ്റോ റിങ്സ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. അതിലേക്ക് റിങ്സ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യണം. ഒരു ഭാഗം ഫ്രൈ ആവുമ്പോൾ മറിച്ചിട്ട് അപ്പുറത്തെ ഭാഗം ഫ്രൈ ചെയ്യണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മുടെ ക്രിസ്പി ഗാർലിക് പൊട്ടാറ്റോ റിങ്സ് റെഡി ആയിട്ടുണ്ട്. സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെയോ നമുക്ക് കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.